നാമം വാഴ്ത്തപ്പെടുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിലുള്ള പിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാര്, ഈ ഭവനവുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും കർത്താവായ യേശുവിന്റെ ധന്യനാമത്തിലുള്ളതായിട്ടുള്ള സ്നേഹബന്ധം ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നു. ഇവിടെ ഞാൻ ഒരു വാക്ക് പറയുന്നത് പലപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു. ഈ വാച്ചിന്റെ ഭവനവുമായിട്ട് എനിക്ക് അധികമായിട്ടുള്ള ബന്ധം പ്രായമാണെങ്കിലും ചിലപ്പോൾ വന്ന് കണ്ടില്ല എങ്കിൽ വരുമ്പോൾ പറയും, ഞാൻ ജോണിക്കുട്ടിയെ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുമായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ആരാണ്ട് വീട്ടില് ബെല്ലടിച്ചു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഈ വന്യപിതാവ് ഒരു കൊച്ചുമകനുമായിട്ട് എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ സാധാരണഗതിയിൽ എവിടെ പറഞ്ഞാലും അല്പം ചരിത്രങ്ങൾ പറയുന്ന ഒരു മനുഷ്യനാണ്. 1957 ഇവാഞ്ചലിക്കൽ സഭയായിട്ട് ഏതെങ്കിലും പ്രദേശത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ അതിന് നടുതായിട്ട് കൊടുത്ത ഭവനങ്ങളില് ഇനി ശേഷിക്കുന്ന കണ്ണികളിൽ ചിലരാണ് ഇന്ന് കടന്നു പോയിരിക്കുന്ന ഈ പിതാവ് വൈദ്യവസ്ഥാണ്. ഞങ്ങളൊക്കെ പിന്തറവയിൽപ്പെട്ടവരാണ്, അതിന് ശേഷമുള്ളവരാണ്. ഉണ്ടായിരുന്നു കൊച്ചു കുഞ്ഞാർക്ക്, ചെറിയ പൈതലായിരുന്നു, ഓടി നടന്നതൊക്കെ കാണുമായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ പിതാക്കന്മാരുടെ ട്രെയിനിങ് ഞങ്ങളെ പോലുള്ള അനേകർക്ക് അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്ക്, ഗൾഫ് പ്രദേശത്ത് വന്നിരിക്കുന്ന എല്ലാ പട്ടക്കാർക്കും, ഒരു പക്ഷെങ്കില് യാക്കോബച്ചൻ മുതൽ എല്ലാവർക്കും അതറിയാമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ എന്നെ ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്. ഈ പിതാക്കന്മാർ വാർത്തിയെടുത്ത കുഞ്ഞുങ്ങൾ, വൈത്തോമസാറിന്റെ 2 കുഞ്ഞുങ്ങൾ അറ്റാൻഡായിരുന്നു. അറ്റാൻഡ ഇടവകയെന്ന് പറഞ്ഞാൽ വൈത്തോമസാറിന്റെ 2 കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞുങ്ങൾ കുവൈറ്റില്. ഞാൻ ഇനിയും ഏതെങ്കിലും പ്രദേശത്തുള്ളവരുടെ പേരുകൾ പറയാൻ പോയാൽ ഒരു പക്ഷേ അല്പ സമയം കൂടുതലെടുക്കും, ഞാൻ പറയുന്നില്ല. എന്നാൽ 40 ചില്ലുവാനും വർഷങ്ങൾ ഗൾഫിന്റെ പ്രദേശത്ത് ഈ പിതാക്കന്മാരുടെ ഉപദേശം കേട്ട് ഇറങ്ങി തിരിച്ച്, അന്നത്തെ കാലത്തൊക്കെ ഇവാഞ്ചലിക്കക്കാരെന്ന് പറഞ്ഞാൽ പുച്ഛിക്കുമായിരുന്നു, ആളുകൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നോട് തന്നെ കൊണ്ടുപോയ ആളുകൾ പറഞ്ഞു, നീ ഇവാഞ്ചലിക്കക്കാരനെന്ന് പറഞ്ഞു നിന്നാൽ ജോലി കിട്ടത്തില്ല, കർത്തമാ സഭയിൽ കാണോ ഒന്ന് ചേരാൻ, നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. എന്നാലും എൻ്റെ പിതാക്കന്മാർ അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. ദൈവം അത്ഭുതകരമായിട്ട് ആ പ്രദേശങ്ങളിൽ നടത്തി എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും കടന്നു പ്രാർത്ഥിക്കും. ഈ ഭവനത്തിലെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്ന യാക്കോബച്ചന്റെ സഹോദരന്റെ മകളെയാണ്. അപ്പോൾ എനിക്ക് ഈ ഭവനവുമായിട്ട് അല്പം കൂടെ ബന്ധം കൂടുതലുണ്ട്. ഈ മരിക്കുന്നതിന് 2 ദിവസം മുമ്പേ ഞാനിവിടെ വന്നു. ഒന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു, അമ്മയെ നോക്കുന്ന കാലത്ത് വരുമായിരുന്നു, ഈ പിതാവിന്റെ കാലത്ത് ഞാൻ വരികയായിരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, ഒരു ദിവസം പോലും ഈ അപ്പച്ചനോട് ഇന്ന് ഞാൻ കയറിയില്ല. സാധാരണ ആ റൂം വെക്കുകയാണെങ്കിൽ അവിടെ കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, വെയിലാണ്. അപ്പൊ അങ്ങോട്ട് കയറി, ഇന്നും കയറിയില്ല. ഒരു ദിവസം പോലും ഒരു രോഗിയായിട്ട് ഈ വന്യപിതാവിനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ലാസ്റ്റ് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് തന്നതായിട്ടുള്ള ആ സ്നേഹ ചുംബൻ, ആ പിതാവിന്റെ സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ ഇതായിരുന്നു എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ചെന്നപ്പോൾ എല്ലാവരും അവരുടെയൊക്കെ ആയിട്ട് കൂടി നിൽക്കുന്നു. എന്താണെന്ന് തിരക്കിയപ്പോൾ തകർച്ചായൻ മരിച്ചുപോയി എന്ന് കേട്ടു. നീണ്ട ആയുസ് ജീവിച്ചു, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, പ്രദേശത്തെ നല്ല പേരെടുത്തു, കുടുംബം അറിയപ്പെടുന്ന കുടുംബമാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആ സന്താന പരമ്പരകള് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ നസ്രേനായ യേശുവിന്റെ സാക്ഷികളായിട്ട് അമേരിക്ക മുതൽ ഏത് രാഷ്ട്രങ്ങളിലെടുത്താൽ, പേരുകൾ ഞാൻ പറയുന്നില്ല, ആ ഇടവുകളുടെ ചുമതലയ്ക്ക് നിൽക്കുന്നത് ഏഴക്കളം പ്രദേശത്ത് നിന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചയച്ച കുഞ്ഞുങ്ങളാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അത് രാവിലെ ഈ വന്യപിതാവിനെ ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളതായിട്ടുള്ള പദവിയും എനിക്ക് ലഭിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാഗ്രഹമായിരുന്നു. ഈ ഭവനത്തെ അമ്മിണി സാറ്, വൈത്തോമസ് സാറ്, സോമന്,
എന്തെങ്കിലും പ്രയാസങ്ങളെ അല്പങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ സോമൻ എങ്ങനെയെങ്കിലും പോയി വീട്ടിൽ നിന്ന് വരും. അതിൻ്റെ എങ്ങനെയാച്ചാ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതെന്ന് ചോദിക്കും. അവർ ഈ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. ഒരു വാക്ക് പറയുന്നതിന് സാവകാശത്തിന് ബഹുമാനപ്പെട്ട അച്ഛനോടും ഈ ഇടവയിൽ നിങ്ങൾക്ക് ഈ ഇടവയ്ക്ക് ഈ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് അധികമായിട്ടുള്ള സപ്പോർട്ട്സ് ലഭിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. ഞാനും അച്ഛനോട് ചേർന്നോട് സൺഡേ സ്കൂൾ പള്ളിയുടെ ചുമതലാ സ്ഥാനത്തായിരുന്നു. വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ തൻ്റെ ദാസനെ എടുത്തുപയോഗിച്ചു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കട്ടെ. അക്കരെ നാട്ടിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഒന്നിച്ചേർന്ന് നമുക്ക് ഈ പിതാവിനെ യാത്രയയക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർത്തഡോക്സ് സഭയുടെ വികാരിയായിരിക്കുന്നതായിട്ടുള്ള KP മാത്യുവച്ചൻ അച്ഛൻ്റെ കൊച്ചനായി ജായവോട് ഹൈസ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് വൈദികരെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരങ്ങളെ, എവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമുണ്ട്. 1986 മുതൽ ഈ ഭവനവുമായിട്ടും ഈ പ്രദേശവുമായിട്ടും ബന്ധപ്പെടുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. ഈ പ്രദേശത്ത് കടന്നു വന്നപ്പോൾ ഈ ഭവനത്തിൽ അനേക ദിവസങ്ങൾ താമസിക്കുവാനും ഇവരുടെ ആതിഥ്യം സ്വീകരിച്ച് പോകുവാനും അവസരം ലഭിച്ചു. പിന്നീട് ഏകദേശം 9 വർഷക്കാലം ഈ പ്രദേശത്ത് പാർക്കുവാനായിട്ട് അവസരം ലഭിച്ചു. അങ്ങനെ ഈ പ്രദേശവുമായിട്ട് ഒരു വലിയ സ്നേഹബന്ധം പുലർത്തുവാനും ഈ പ്രിയഭവനവുമായിട്ട് ഒറ്റ സ്നേഹബന്ധം നിലനിർത്തുവാനായിട്ടും അന്നോട് ഇതിലൊരു സാധിക്കുന്നുണ്ട്. ഈ പ്രിയ പിതാവ് ദീർഘായുസ്സോടെ ഇവിടെ ജീവിച്ച ദൈവപ്രകാരം ഇവിടെ നിന്ന് കടന്നു പോകുന്നു. അദ്ദേഹത്തിന് സ്വർഗീയ ഭവനങ്ങളിൽ മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും ഗണത്തിൽ ദൈവീയ സംഘത്തിൽ ചേരുവാനുള്ള ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണം ആർക്കും മറക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ആർക്കും മാറ്റാൻ കഴിയാത്ത ഒരു സത്യവുമാണ് മരണം എന്നുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിൽ മരിച്ച ക്രിസ്തുവിനോടുകൂടെ ചേരുന്നു, അല്ലെങ്കിൽ പിതാക്കന്മാരോടുകൂടെ ചേരുന്നു എന്ന തിരുവചനം നമ്മെ വായിക്കുന്നു. എവിടേക്കാണ് ഇവിടെ നിന്ന് കടന്നു പോകുന്ന വിശ്വാസികൾ പോകുന്നത് എന്ന തിരുവചനത്തിൽ പറയുന്നു. മനോഹരമായ രമണീയമായ ആ സ്ഥലത്തേക്ക് ഒരുപാട് ദിവസം 21-ാം അധ്യായത്തിൽ ഓർപ്പിക്കും പ്രകാരം മുത്തുമണികളാൽ അലങ്കൃതമായ ആ പ്രകാശത്തിന്റെ ഇവിടത്തിലേക്ക് ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. മഹത്വത്തോടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ ആ ഉയർപ്പിന് പ്രത്യാശി മരിച്ചവരെല്ലാവരും അക്ഷയരായി ഉയർത്തപ്പെട്ടു. ആ ഉയർപ്പിന്റെ നാളിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവം സ്വർഗീയമായിരിക്കുന്ന ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിന്റെ എല്ലാ അളവറ്റ ദാനങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വലിയ വൈദികരോടുള്ള സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കും. ഇടവകയുടെ ദീർഘവർഷക്കാലം വികാരിയായിരുന്നായിട്ടുള്ള കഴിഞ്ഞ 93 വർഷക്കാലം ഈ ലോകത്ത് ജീവിതത്തിന് ദൈവമായ തികച്ചാൽ അവസരം കൊടുത്തു. ഇത്രയേറെ വിഭിന്നമായ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷകരമായി നടത്തുവാനും അവസരമൊരുക്കി.
ഞാൻ അവിടുത്തെ പ്രധാനമായ ഒരു കാര്യം, ഞാൻ വികാരമായിരിക്കുമ്പോൾ യൗവന പ്രായത്തില് പ്രായമുള്ള വളരെ മാർഗനിർദ്ദേശങ്ങളുണ്ടാവും. സെൻട്രൽ സ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ട് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യം നമുക്ക് അല്ലാതെ ഒരു പുസ്തകമായി കടന്നു വന്ന് അതിനുവേണ്ടി കഴിവുകൾ ചെയ്തെടുത്ത് അധ്യാപക കുറവാണെങ്കിൽ ക്ലാസ് എടുത്ത് സഹായിച്ച് കുടുംബത്തിലെ ഒന്ന് കാര്യങ്ങളെക്കുറിച്ചുണ്ട്. ഞാൻ പലപ്പോഴും സോമനെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിൽ എങ്ങനെ ഉണ്ട്, മറ്റു കാര്യങ്ങൾ പിന്നെ ചോദിക്കും. അപ്പോൾ സോമൻ പറയും കുഴപ്പമില്ല, ആരോഗ്യമുണ്ട്, ഈ അടുത്ത സമയത്ത് കിടന്നപ്പോൾ പറഞ്ഞ ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും വെച്ചാൽ പുറത്ത് ആ ക്ഷീണമായ രോഗത്തിനവസ്ഥ നമ്മളോട് അറിയിക്കുന്നത് വളരെ സന്തോഷകരമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം. ആരോടും ദ്വേഷവും അനുഭവമില്ലാതെ ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ അനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന തീർച്ചയായും. അതോടൊപ്പം തന്നെ പ്രിയ വൈത്താവ് സാറിന്റെ കുടുംബം അതും വളരെയധികം സന്തോഷത്തോടെ വേണം ജോലിയും സുഹൃത്തും അപൂർവമായി കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് ഓർപ്പിച്ചതുപോലെ അധ്യാപകരുടെ മക്കളെ ആരംഭിച്ചത് മക്കളെല്ലാവരും ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാനും ആയിരിക്കുന്ന ജനങ്ങളെ കാണിച്ചു കൊടുത്ത മാതൃക പിന്തുടരാനും രേഖപ്പെടുത്തുകയും എല്ലാവരും സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമ്മളോട് പ്രിയപ്പെട്ടവർക്ക് സേവന സേവനവും ബഹുമാനവും എല്ലാം നമുക്ക് വ്യക്തമാകാൻ സാധിക്കും. ദൈവം വന്നിരിക്കുന്ന ആയുസ്സാനില്ല, അതെപ്പോഴും അവസാനിക്കണം പറയാൻ സാധ്യത. നമ്മുടെ ഉപയോഗം മാത്രമേ നമ്മുടെ ആയുസിന്റെ പരിമിതി എത്താണെന്ന് അറിയാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് 20,080 ദീർഘവർഷമായി 93 വർഷക്കാലം ചെയ്യുമ്പോൾ ആസ്വദിക്കപ്പെടും. 3 വർഷം ജീവിക്കുന്നുണ്ട്. അതിനും വീണ്ടും മുമ്പുമായി കടന്നു ധാരാളമാണെന്ന് പറയാൻ സാധിക്കും. ഇന്ന് നമുക്ക് പേപ്പർ വായിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, പെട്ടെന്നുള്ള അപകടം അനുഭവിച്ച ഒരു സംഭവമാണ്. ഞാൻ വളരെ പ്രശ്നമാണ്. ഞാനത് പറയാൻ ഒന്നുമില്ല. ഉണ്ടാകുന്ന സംഭവങ്ങൾ അനുവദിക്കാം. ഇതിനൊക്കെ മുമ്പ് ദൈവത്തിനാൾ മുന്നിരിക്കുന്ന ആയുസ് ദൈവത്തിനെടുക്കാൻ നോക്കുക. അവരുടെ അച്ഛന് കഴിഞ്ഞ 100 വർഷക്കാലം ദൈവം ആയുസ് കൊടുത്ത് അതിനോട് ദൈവം സംരക്ഷിച്ചു. ദൈവത്തിന്റെ സ്വയം വന്നപ്പോൾ ഇവിടേക്ക് കയറില്ല എന്ന് ഇപ്പോൾ കേട്ടു. ഞാൻ ദൈവത്തിലേക്ക് കയറി ദുരിതത്തിലെ പ്രയാസിക്കുന്ന പ്രിയവർക്ക് പ്രിയപ്പെട്ടൊക്കെ സന്തോഷിപ്പാനും പറയാതെ ഇച്ചാൻ കാണിച്ച മാത്രം പിന്തുടരാനും എപ്പോഴും വിളിച്ചാലും ദേവസ്വം കഴിഞ്ഞ് എന്നതിലേക്ക് ഓർമ്മ പിടിക്കാറ്. ഞങ്ങളുടെ ഓർമ്മ പറയുന്നത് കാണിച്ച വാദം മുമ്പോട്ട് പോകണമെന്നാണ്. ഞാൻ ഇത്ര രൂപത്തിരിക്കുന്ന പ്രിയമക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവമായിട്ട് അംഗീകരിക്കും സഹായിക്കും ചെയ്തിട്ട് കാര്യമായ സമാധാനം എല്ലാവരും കൊടുക്കുവാൻ തിരുവാനിടയാത്ത ദൈവമായ സമാധാനം നേരിടേയും പറയട്ടെ എന്ന് ഇനിയും പലരും ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരുപാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട ദർശനവും ആ കാഴ്ചപ്പാടുമാണ് പ്രിയ പിതാവിന്റെ വേർപാടിൽ എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. വളരെ അധ്വാനത്തിന്റെ ഒരു ആയുസാണ് ദൈവം ഈ ഭൂമിയിൽ നൽകിയത്. ഞാൻ ഇടവേള ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ഒരു നല്ല കർഷകനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ വളരെ അധ്വാനത്തോടുകൂടെ തന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുന്ന പിതാവ് ചെറിയ കാലങ്ങളിൽ ഇടവകയുടെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു. ആ സമയത്ത് ഇടവകയെ സംബന്ധിച്ചുള്ള വളരെ ഒരാവശ്യത്തിന്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടമായിരുന്നുവെങ്കിലും ആ സമയങ്ങളൊക്കെ ശക്തമായി
കാര്യങ്ങൾ പറയുവാനും നേതൃത്വം കൊണ്ടുപോകാനും പിതാവ് വളരെ പ്രോത്സാഹനത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടുള്ള സന്തോഷത്തോടെ ഓർക്കുകയാണ്. പ്രവർത്തനങ്ങളെ കുറിച്ച് ക്രിസ്തുവിനെ പോലെ എനിക്ക് പിതാവുമായുള്ള ബന്ധത്തിലായിരിക്കാൻ ആ കാലങ്ങളിൽ ഇടയായി. ഇവിടെ പറഞ്ഞു ചായലോട് കൊണ്ടുവന്ന് പറയുമ്പോൾ സംസ്ഥാനപ്പോഴും പ്രിയ അച്ഛനപ്പോഴും ഒക്കെ ഇടവയ്ക്ക് വളരെ അനുഗ്രഹീതമായ സേവനങ്ങൾ ചെയ്ത പോലുകളാണ്. വിദേശത്തായിരുന്ന മക്കളും അവരുടെ കുടുംബങ്ങളുമൊക്കെ ഇടവയുടെ സാമ്പത്തിക ആവശ്യമാക്കുന്ന സമയത്ത് ഏതൊന്ന് സഹായിക്കുകയും അതിനുവേണ്ടി എല്ലാ രീതിയിലും കൈത്താങ്ങ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ഭവനമാണ്. ഇപ്പോൾ ചില മാസങ്ങൾ മുമ്പ് എന്നോട് വന്ന് കണ്ടു. അപ്പോൾ സംസാരിക്കാനൊക്കെ പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും എന്നെ മനസ്സിലാക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതായിട്ട് അറിയുവാനായിട്ട് ഇടയായി. സംസാരം കുടുംബവും അതുപോലെ കുടുംബങ്ങളും ഒക്കെ എല്ലാ ശുശ്രൂഷകളൊപ്പം ഞാൻ നിർവഹിക്കാൻ അവരെ സഹായിച്ചു. ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ ഇടവകയെ സംബന്ധിച്ചിരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിലെ ചരിത്രം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറ ഉത്തരവാദിത്തങ്ങളിൽ പ്രവേശിക്കുന്നു. ഇവരുടെ ത്യാഗവും സ്നേഹവും ബഹുമാനവും വാർത്തകളൊക്കെ ആയിരുന്നുവെങ്കിലും പട്ടക്കാരെ ബഹുമാനിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഒക്കെ അവർക്കുണ്ടായിരുന്ന ആ നല്ല മനസ്സ് എപ്പോഴും ഓർക്കത്തക്കതാണ്. ഒരുപാട് ദുഃഖമുളവാക്കുന്നതെങ്കിലും ഓർപ്പിച്ച പോലെ കാണുന്ന ഒരു ഭാഗ്യകരമായ അവസ്ഥയുള്ളത് ഓർക്കുന്നതിനെ സ്തുതിക്കുകയും ആ ജനത്തിനു വേണ്ടി നമുക്ക് നോക്കിപ്പാക്കാം. ദൈവത്തിന്റെ കൃപ നമ്മോടും കൂടെ ഇരുന്ന് ദീർഘ സമാധാനങ്ങളാൽ നമ്മെ നടത്തി പരിപാലിക്കുമാറാണ്. അച്ഛൻ സമയമധികമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഈ പിതാവിനെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഇടവകയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാൽ ഈ കുടുംബവുമായിട്ട് എനിക്കുള്ള പരിചയം ഈ പിതാവിന്റെ അനുജന്റെ മക്കളായ സുരേഷും സരോഷും കുവൈറ്റ് ഇടവകയുടെ അംഗങ്ങളാണ്. മാത്രമല്ല ഈ പിതാവിന്റെ കൊച്ചുമകൻ നബി കുവൈറ്റ് ഇടവകയിലെ അംഗമാണ്. എനിക്ക് അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആ ഇടവകയിലായിരുന്ന സമയത്ത് അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനും നല്ല ആത്മീയ ബന്ധം പുതുക്കുന്നതിനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മരണം എപ്പോഴും നമുക്ക് ദുഃഖം തരുന്നതാണ്. എന്നാൽ മരണം അനിവാര്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ശരീരം ഈ ജഡരക്തം സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. കാരണം ഈ ശരീരം ബലഹീനമാണ്, പാപത്തിന് അധീനമാണ്. എന്നാൽ മരണം അനിവാര്യമാണ്. കർത്താവിന്റെ വരവില്, കർത്താവിന്റെ രണ്ടാമത്തെ വരവില് മരിച്ചവർക്ക് ഒരു സ്വർഗീയ ശരീരം ലഭിക്കും. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മരിക്കാത്തവരുണ്ട്. കർത്താവിന്റെ വരവിൽ നിശ്ചയമായും അവരെ രൂപാന്തരപ്പെടും. അപ്പോൾ ജനിച്ചാൽ ഒരിക്കലും മരിക്കും എന്നുള്ള വസ്തുതയേക്കാൾ ഉപരിയായിട്ട് മരണം അനിവാര്യമായ ഒരു സംഗതിയായി ദൈവം വെച്ചിരിക്കുക. കാരണം കൃത്യമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കൃത്യമായ ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ മരണം ആവശ്യമാണ്. ഈ പിതാവ് പോയ വഴിയിൽ നമുക്കും പോകേണ്ടതാണ്. അതുകൊണ്ട് സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഈ പിതാവിന്റെ മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും ഈ ഇടവകയിലുള്ള പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രവർത്തന ഏഴാമത്തെ കൊല്ലം ഇടവകയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയാണ്. മാത്രമല്ല ഞാൻ തുറന്നു വയ്ക്കാൻ കുവൈറ്റ് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ കുവൈറ്റ് ഇടവകയുടെ വികാരി അച്ഛൻ വിളിച്ചിരുന്നു. സജീവ ബ്രഹ്മച്ചന്റെ അനുശോചനവും ഇടവകയുടെ അനുശോചന വിതരണത്തിൽ അറിയിക്കാണ്. ദൈവം സകല ബുദ്ധിയും കഴിയുന്ന ആശ്വാസം കൊണ്ട് എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം ഒക്കെ തീർന്നിരിക്കുകയാണ്. 10 മണി ശുശ്രൂഷ ആരംഭിക്കും ഞാൻ പറഞ്ഞു. എന്നാലും ഇന്ന് 2 പേരും കൂടെ പറയാനായിട്ടുണ്ട്.
മാർട്ടിൻ കുടിയച്ചന് അച്ഛന് ഓർത്തഡോക്സ് സഭയുടെ അച്ഛനാണ്. റിട്ടയർഡ് സ്കൂളിൽ അച്ഛൻ അധ്യാപകനായി ജോലി ചെയ്യുന്നു. അച്ഛന് ദൈവ നാമം മഹത്വപ്പെടട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ പിതാവുമായിട്ടുള്ള ബന്ധം 2002 ആരംഭിക്കുന്നത്. 2002 കയറുള്ള പ്രദേശത്ത് ഈ ആശ്രമത്തിൻ്റെ ഭാഗമായി ഞാനിവിടെ വരികയും ആശ്രമത്തിൽ താമസം ആരംഭിക്കുകയും ചെയ്ത ആ നാൾ മുതൽ തന്നെ ഈ രംഗച്ഛായനുമായിട്ട് വളരെ അടുത്ത് പരിചയപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ വസിക്കുന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആശ്രമത്തിൽ വരികയും ആശ്രമത്തിലെ തുടക്ക സമയത്തെ ചരിത്രങ്ങളൊക്കെ അയവിറക്കുകയും ഈ സ്കൂളിന്റെ ആരംഭകാലത്തെ കുറിച്ചൊക്കെയും പല അനുഭവങ്ങളെ കുറിച്ച് പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ തുടക്ക സമയത്ത് അതുമായി സഹകരിച്ച് അതിനൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുവാൻ വേണ്ടി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിനും ആശ്രമത്തിനും ചില കടപ്പാടുകളൊക്കെ ഈ വ്യക്തിത്വവുമായിട്ടുണ്ട് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ആ എല്ലാ സ്നേഹവശമായ അനുഭവങ്ങളെയും അതിന് ചെയ്ത എല്ലാ സഹകരണത്തെയും ദൈവസന്നിധിയിൽ സ്മരിക്കുന്നു. സ്കൂളിന്റെ പേരുകളും ആശ്രമത്തിന്റെ പേരുകളുമായ എല്ലാവിധമായ ദുഃഖവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഈ ആത്മാവിനെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന ഏവരുടെയും ഹൃദയങ്ങളിൽ നിന്ന് ദുഃഖത്തിന്റെ അനുഭവം തമ്പുരാൻ പ്രത്യാശയുടെ അനുഭവം കൊണ്ട് നിറച്ച് നീക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള യാക്കോബ് അച്ഛൻ വന്നിട്ടുണ്ട്. യാക്കോബ് അച്ഛൻ്റെ ബ്രദറിന്റെ മകളെയാണ് ഇവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അപ്പച്ചൻ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പദവിയിൽ വിശ്രമിക്കുന്നത് വിശ്വാസങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ദൈവം എനിക്ക് നൽകിയതായിട്ടുള്ള വിശ്വാസത്തിന് അനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും തന്റെ അനുഭവങ്ങളെ തലമുറകൾക്ക് കൈമാറുകയും ചെയ്ത ഒരു വലിയ വയോധികൻ ഈ ഭവനത്തിൽ വരുമ്പോഴൊക്കെ വലിയപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് തുടങ്ങിയാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നാത്ത അത്ര നല്ല സമീപനം, നല്ല പെരുമാറ്റ രീതി, നല്ല അനുഭവ സമ്പത്ത്, ഭവനത്തിലും ദേശത്തും ഒക്കെ താഞ്ചിലായിട്ടുള്ള പ്രവർത്തനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര സന്തോഷകരമായിരുന്നു. ഇന്ന് കർത്താവിന്റെ സഭയിൽ ശ്രമിക്കുന്ന പ്രിയ വലിയപ്പച്ചനോട് വീണ്ടും സ്തുതിക്കുന്നു. ഈ ഭവനവുമായി ഞങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. താൻ കാത്തു സൂക്ഷിച്ചതായിട്ടുള്ള മൂല്യങ്ങൾ തലമുറകൾക്ക് കൈമാറി അതിന്ന് അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. മരണം ആരും സന്തോഷിക്കുന്ന ഒരു കാര്യമല്ല. ഏവരും ദുഃഖത്തോടുകൂടെ തന്നെയാണ് എന്നെ കാണുന്നുള്ളത്. എന്നാൽ എബ്രായരുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ആകിയാൽ ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ആയുസിന്റെ അത്രയും കഠിനമായ അധ്വാനത്തിലൂടെ വിശ്രമമില്ലാത്ത യാത്ര ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ അതിനുശേഷം
ഒരു വിശ്രമത്തിനായിട്ടുള്ള സമയം കർത്താവ് തന്നെ നമുക്ക് ഒരുക്കുകയാണ്. യഹൂദ ജനത്തോടുള്ള ബന്ധത്തിലാണ് നാം ശബ്ദത്തിനെ കുറിച്ച് പഠിക്കുന്നത്. 6 ദിവസം അധ്വാനിച്ചതിന് ശേഷം 7-ാം ദിവസം കർത്താവിന് വേണ്ടി വേർതിരിച്ച് വിശ്രമിക്കുന്ന ദിനമാണല്ലോ ശബ്ബത്ത് ദിവസം. ദൈവമക്കൾക്ക് കർത്താവിനെ ഹിതമന്വേഷിച്ച് ഈ ലോകത്തിൽ ദൈവം നൽകുന്ന ജീവിത കാലഘട്ടം അത്രയും കഴിച്ചതിന് ശേഷം കർത്താവിന്റെ കൂടെ പറുദീസയെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അനുഭവത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രിയ വിലപിച്ചൻ ആ പറുദീസയിൽ വിശ്രമിക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ളത് ഭൗതിക ശരീരം മാത്രം. ഈ ശരീരത്തെ യാത്രയക്കുന്നതിന് കൂടി വേണ്ടിയാണ് നാം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഒന്ന് നമുക്കറിയാം, നമ്മുടെ പ്രത്യാശ അതാണ്. കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ദിനം ആസന്നമായിരിക്കുന്നു. കർത്താവ് അങ്ങനെ ലേഖനം എഴുതുമ്പോൾ ആ കാഹളധ്വനികൾ കർത്താവിൽ മരിച്ച മൃതന്മാരേവരും തിരസ്കരിക്കപ്പെട്ടവരായി, രൂപാന്തരപ്പെട്ടവരായി, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത നിത്യതയിലേക്ക് കർത്താവിനോട് വാഴുവാൻ കടന്നു പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നാം ഈ പ്രിയ അപ്പച്ചന്റെ ഭൗതിക ശരീരത്തിന്റെ യാത്രയായപ്പോൾ നടത്തുന്ന ഈ വേളയിൽ നാമും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ശോധന ചെയ്യുന്നത് ഏറെ നല്ലതായിരിക്കും. കർത്താവിനോട് നിത്യമായിരിക്കാൻ നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? പുനഃപരിശോധനയിലൂടെ കടന്നു പോകാനായിട്ട് ഈ സന്ദർഭത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന ഏവരോട് ഒരുമിച്ച് എന്റെ ദുഃഖം പങ്കിട്ടുകൊണ്ട് ദൈവം ഏവരെയും സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1978 മുതൽ പരിചയവും ഉള്ളതായിട്ട് ഭവനമാണ് ഈ പ്രിയ പിതാവിൻ്റെ ഭവനം. 1978 വിദ്യാധികാരിയായിട്ട് എനിക്ക് ഒരുപാട് കൊണ്ടാടിയാൽ 3 വർഷക്കാലം. അന്ന് ഭവനമൊക്കെ വളരെ ചെറുപ്പമാണ്. അതുപോലെ രോഹിത് സംസ്ഥാനത്തെ മക്കളെല്ലാം കുഞ്ഞുങ്ങളാണ്. ഇടവയ്ക്ക് നല്ല നേതൃത്വം കൊടുക്കാനായിട്ട് ഈ പിതാവിന് സാധിച്ചു. ഞങ്ങൾക്കൊന്നിച്ച് ഒക്കെ ആത്മീയമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്കിടയാക്കി. അത് കഴിഞ്ഞ് 2003 ഞാൻ വികാരിയായിട്ട് വന്നു. കാരണം പ്രിയപ്പെട്ട പിതാവിൻ്റെ ആത്മീയമായ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നിച്ച് തന്നെ കേൾക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഇടയാക്കി. 2 വർഷത്തോളമായി ഞാൻ വീണ്ടും വികാരിയായിട്ട് ഇവിടെ വന്നു. അദ്ദേഹം വാർദ്ധക്യമാണ്, 93-91 വയസ്സ്. അത് കഴിഞ്ഞ് പള്ളിയിലും വരുവാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള അവസരം. പക്ഷേ ഇവിടെ പല പ്രാവശ്യം വിസിറ്റ് ചെയ്യുവാനും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സമയം ചെലവഴിക്കാനും സംസാരിക്കാനും പഴയ കാര്യങ്ങളൊക്കെ 78 മുതലുള്ളതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സഭ ആരംഭിച്ചതായിട്ടുള്ള സമയത്ത് ഉണ്ടായതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ പ്രിയ പിതാവ് പറയുവാൻ തക്കണമൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം 2ാമത്തെ ഞായറാഴ്ച ഞാൻ വന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മകന് എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ആയിരിക്കും ഭക്ഷണം, ആരാധന കഴിഞ്ഞതിന് ശേഷം അച്ഛന് കൊച്ചമ്മയോട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 2ാം ഞായറാഴ്ച കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം 2ാം ഞായറാഴ്ച ഇവിടെ കടന്ന് ഞങ്ങൾക്ക് വരുവാനും ഇവിടെ 1-2 മണിക്കൂറുകൾ ചെലവഴിക്കാനുമായിട്ടിടയായി. അപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു. 78 മുതലുള്ളതായ കാര്യങ്ങളും അതുപോലെ തന്നെ സഭയുടെ ഇടവയുടെ ആരംഭ ദിവസമുള്ളതായ കാര്യങ്ങളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന്
രോഗാവസ്ഥയിലായി, ഐസിയുലായി. അത് കഴിഞ്ഞ് വീണ്ടും സുഖം പ്രാപിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ വന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്നെ ഇടവയുടെ അന്മാശുശ്രൂഷൻ വിളിച്ച് പറഞ്ഞ് തങ്കച്ചാന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പെട്ടെന്ന് ഞാനൊരു 3-4 പേരുമായിട്ട് ഞങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി. അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ച ആ സമയത്ത് ദേശത്തിന് ഒരു അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഇടവയ്ക്കും ഒക്കെ മാതൃകയുള്ളവനായിട്ട് ജീവിച്ചു, കുടുംബത്തിന് മാതൃകയുള്ളവനായിട്ട് ജീവിച്ചു. നമ്മളാരും ഈ ലോകത്തിൻ്റെതല്ല. ഈ ലോകം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിടേണ്ടവരാണ്. പക്ഷെ 2 സ്ഥാനം മാത്രമേ ഉള്ളൂ. ഒന്ന് യാതനാ സ്ഥലം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് യാതനാ സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നിത്യമായുള്ള വാസസ്ഥലം കർത്താവിനോടുകൂടെ. സ്തെഫനോസ് കല്ലെറിയപ്പെട്ട് മരിക്കുന്ന ആ സമയത്ത് കർത്താവിനെ ദർശിപ്പാൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നവനായ കർത്താവ് സ്തെഫനോസിനെ സ്വീകരിപ്പാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. സ്തെഫനോസ് കർത്താവിനെ കണ്ടിട്ട് പറയുകയാണ്, കർത്താവെ, അവിടുത്തെ തൃക്കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് കർത്താവായിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നിത്യമായുള്ള രാജ്യം കർത്താവ് അത് മുൻകൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞ ഒരു ഉയർപ്പുണ്ട്. മുമ്പ് പറഞ്ഞതാഴ്ച ഓർപ്പിച്ചതുപോലെ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് സാധ്യമല്ല. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നു, ഒരു പുതിയ ശരീരം പ്രാപിക്കും. മരിച്ച് കർത്താവിൻ്റെ മൗത്ത് പ്രത്യക്ഷതയിൽ കർത്താവ് വിശ്വസിച്ച് മരിച്ചവർ പുതിയ ശരീരം പ്രാപിക്കും. ആ ശരീരം കർത്താവിൻ്റെ ശരീരമുള്ളതായ ശരീരമാണ്. അത് നശിക്കാത്തതായ ശരീരമാണ്, മഹത്വമുള്ളതായ ശരീരമാണ്. അന്ന് വരെ ജീവനോടെ ശേഷിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിലായിരിക്കും കർത്താവിൽ വിശ്വസിക്കുന്നതായിട്ട് ആളുകൾ, അവർക്ക് രൂപാന്തരം ഉണ്ടാകുക. രൂപാന്തരം ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരമല്ല, വേറൊരു ശരീരം. രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മരിച്ചു ഉയർത്തപ്പെട്ടവരുമായിട്ട് ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. അത് വലിയൊരു അവസ്ഥയാണ്. അതുകൊണ്ട് അനുശോചനം ഒക്കെ നമ്മളൊക്കെ പറയുന്നുവെങ്കിൽ തന്നെയും ഇതൊരു പ്രൊമോഷനാണ്. ഇവിടെ ജീവിച്ചു തൻ്റേതായിട്ടുള്ള രാജ്യത്തിലേക്ക്, കർത്താവ് ഒരുക്കിയതായുള്ള രാജ്യത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അതെപ്പോഴാണ് ഉണ്ടാകുന്ന അറിയത്തില്ല. പ്രിയപ്പെട്ട പിതാവ് പെട്ടെന്ന് ലോകത്തിൽ പെട്ടെന്ന് പറയുമ്പോൾ 93 വർഷം കാലം ദൈവം കൊടുത്താൽ എല്ലാ നന്മകളും അനുഭവിച്ചാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. കർത്താവ് അനുഭവിച്ച ആ സമയം കഴിഞ്ഞ ആ സമയത്ത് അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ച് ചേർക്കും. പക്ഷേ കർത്താവ് മുഖത്ത് പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. അന്ന് വരെ നമ്മൾ ജീവനോട് ശേഷിക്കുന്നുവെങ്കിൽ നമ്മൾ രൂപാന്തരം പ്രാപിച്ച് മരിച്ചു ഉയർക്കപ്പെട്ടവരുമായിട്ട് ഒന്നിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. കർത്താവിന് വരവടുക്കുന്നുവെന്നും അത് നമ്മുടെ ലോകത്തിൽ മാറ്റപ്പെടേണ്ടവരാണെന്നും നിത്യമായ രാജ്യത്തിൻ്റെ അവകാശികളായി ജീവിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ദൈവം ഒരുക്കിയതായ രക്ഷയാണ് കർത്താവ്. ആ കർത്താവിനെ സ്വീകരിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുമില്ലെങ്കിൽ യാതൊരു സ്ഥലത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുക്കമുള്ളവരായി ഏത് സമയത്ത് ദൈവം നമ്മളെ വിളിക്കും നമ്മളെ അറിയത്തില്ല, പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കാം. ശുശ്രൂഷ തുടങ്ങിയാണ്. ഇവിടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ എഴുന്നേൽക്കേണ്ട, ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് ശുശ്രൂഷയിൽ പങ്കെടുക്കും. അത് ശുശ്രൂഷ നടന്നുണ്ടത് കാണവേ ദൂരവേ ശ്വാസത്താ നാഥൻ വാസം
സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന വലിയ കുറിയായിട്ടുള്ള ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഈ പിതാവ് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടവർക്ക് ദൈവസ്തുതിക്കുന്നു. മാനുഷികമായ ദുഃഖകരമെങ്കിലും വലിയ പ്രത്യാശയുടെ ഉള്ളവരായിട്ട് കർത്താവെ ഈ ഭവനാംഗങ്ങൾ ഞങ്ങളേവരും ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ദൈവനാമ മഹത്വത്തിനായി തീരണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാൾ മരിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ജീവകരമായ അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മരണത്തിന് പോലും ഞങ്ങളെ നിന്റെ സ്നേഹത്തിൽ നകറ്റുവാൻ സാധ്യമല്ലായകയാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ബലഹീനരും വിശ്വാസത്തിൽ കുറവുള്ളവരുമാകിയാൽ അഗ്നിശോധനയിൽ തോറ്റുപോകാതെ നിന്റെ ബലമുള്ള കൈകളാൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. കർത്താവെ, ഞങ്ങൾ സങ്കടങ്ങളുടെയും നിരാശകളുടെയും സന്ദർഭങ്ങളെ പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും അവസരങ്ങളായി നീ രൂപാന്തരപ്പെടുത്തണമേ. സ്നേഹം നിറഞ്ഞ പിതാവെ, ഭാരപ്പെട്ടും ദുഃഖിച്ചുമിരിക്കുന്ന നിന്റെ മക്കളെയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ സമാശ്വസിപ്പിക്കണമേ. ഈ ലോകത്തിലെ ഞങ്ങളുടെ ബന്ധങ്ങൾ താൽക്കാലികമാകുന്നുവല്ലോ, ഞങ്ങൾക്കിവിടെ സ്ഥിരമായ വാസവും വാസസ്ഥലവുമില്ലല്ലോ. എന്നാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകിയാൽ സ്വർഗീയ പൗരത്തിന് പ്രത്യാശകൾ കൊണ്ട് ഈ ലോകം ദൈവജനങ്ങൾക്ക് യോഗ്യമല്ലല്ലോ. നീ ലോകത്തെയും മരണത്തെയും ജയിച്ചവനാകിയാൽ ഞങ്ങൾക്കും ആ ജയത്തിൽ നീ അവകാശം നൽകിയിരിക്കുന്നു. ഈ സന്തോഷകരമായ അറിവോടുകൂടെ പകലുള്ളപ്പോൾ അയച്ചവൻ്റെ വേല തികച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന്
കീഴ്പ്പെട്ടിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഞങ്ങൾക്ക് ഉയർപ്പിൻ്റെയും നിത്യജീവൻ്റെയും പ്രത്യാശ ദാനം ചെയ്തിരിക്കുന്ന പ്രിയ രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പ്രസവിച്ച മനുഷ്യനും പായസുള്ളവനും അഷ്ടസമ്പൂർണ്ണനുമാകുന്നു. പോലെ വിടർന്ന് ഒഴിഞ്ഞു പോകുന്ന നിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. ജഡത്തിന്റെ ചിന്ത മരണമാത്മാവും ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്ന വർണ്ണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. കർത്താവായ യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ദ സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. ഞാനിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അവനവരെ പോലെ കൂടിയവനായി മനസ്സിന്റെ അധികാരിയായ വിശ്വാസത്തിന്റെ തട്ടമണ്ണത്താൽ നീക്കി ജീവനിന്റെ മണ്ണുകീരിയാരുടെ വിളായിരുന്നവരെയും വിടുവിച്ചു. നമ്മെ സ്നേഹിച്ചൻ മാത്രം പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ മാർഗോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഒരുപാടുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു ഭർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് മികവിൽ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയപിതാവേ, അവിടുത്തെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുക്രിസ്തുവും ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീർ വാർത്തവനാണല്ലോ. ഇപ്പോൾ കണ്ണുനീരിലും അനാസനത്തിലും ഇരിക്കുന്ന നിന്റെ മക്കളെ നിന്റെ ആദ്യതയോടുകൂടെ കടാക്ഷിക്കണമേ. കർത്താവേ, കൃപ സാന്ത്വനങ്ങളാൽ അവരെ ആശ്വസിപ്പിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സാധനവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അവരെ ഗ്രഹിപ്പിക്കണമേ. അവിടുത്തെ പറ്റിയും കരുതലിനെ കുറിച്ചും അവർക്ക് വർത്തമാനമായ നിശ്ചയവും വിശ്വാസവും ഉറപ്പും നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അറിയ കർത്താവേ, ആകുലമാനസരെയും ചിന്താഭാരമുള്ളവരെയും ദുർഘടങ്ങൾ പരമേൽപ്പിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്നതിന്റെ സമാധാനത്താൽ അവർക്ക് സമാധാനം നൽകണമേ. രോഗവും ദാരിദ്ര്യവും നിമിത്തം സങ്കടത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതിശോഭത്താലും പെട്ടെന്നുള്ള ആപത്തുകളാലും കഷ്ടത്തിലായിരിക്കുന്നവരെ കർത്താവേ നീ കടാക്ഷിക്കണമേ. സ്നേഹിക്കുന്നവരുടെ വേർപാട് നിമിത്തം മനസ്സിലങ്ങിയിരിക്കുന്നവരെ കരുണയോടുകൂടെ നോക്കണമേ. പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ആരും അതിശയിച്ചു പോകരുത്. ഹൃദയം കടലപ്പെടുകയും വിശ്വാസം ബലഹീനമാവുകയും വരുത്. ദുഃഖത്തിലിരിക്കുന്ന ഇതിന്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ ദുഃഖിച്ചു പോകാതെ നിന്റെ സമാധാനത്താൽ ഞങ്ങളെ നിറച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ശരിയ
വാഗ്ദാനം ചെയ്യുന്നവനും മരിച്ചവർക്ക് ജീവനെ വാഗ്ദാനം ചെയ്തവനുമായ ഞങ്ങളുടെ രാജാവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നീ ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന ലക്ഷ്മി, ഞങ്ങളുടെ മരണത്തെ ജയിച്ച് മരണഭീതിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് പതാളത്തിന്റെ ശക്തിയെ തീർത്തിരിക്കുന്ന ജയവിജനമാകിയാൽ ഞങ്ങൾ തന്നെ വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. സ്ത്രീയും ബഹുമാനവും ആധിപത്യവും എന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ദുഃഖിച്ചും വിശ്വാസികളും ഞങ്ങളെയും പ്രത്യേകമായി കുടുംബത്തിലെല്ലാവരെയും നിന്റെ കണ്ണുകളുടെ മുഖത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവിടെ കണ്ണുകളിൽ നിന്ന് കരുതേയും ഇവിടെ ഹൃദയങ്ങളെല്ലാം വേദനയും കളയണമേ. ആഗ്രഹമില്ലാത്ത സമാധാനത്താലും സമാധാനം നൽകണമേ. ആശ്വാസമില്ലാത്ത മനോവരവരെയും വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ പോകാതെ ദൈവികമായ പ്രത്യാശാലിവരെ നിറച്ചുകൊള്ളണമേ. കഷ്ടങ്ങളാൽ പഠിച്ചവരായ ശുദ്ധന്മാർക്കുള്ള പൂർണ്ണതയിലേക്ക് വരെ നടത്തേണമേ. പ്രത്യാശയില്ലാത്ത ജാതികളെയും പോലെ തങ്ങളുടെ ദുഃഖത്തിൽ നിരാശപ്പെടാതെ ഇതിനുള്ള വിശ്വാസമാശ്രയം കൊണ്ട് ഇവർ സമാധാനവും ധൈര്യവും പ്രാപിക്കുമാറാകണമേ. ഞങ്ങളുടെ ലോകവാസത്തിന് നീ അവസാനം വരുത്തുമ്പോൾ സന്തോഷകരമായ ഞങ്ങളെ ഉള്ളവരാക്കണമേ. നിന്റെ സ്ഥിതിയിലേക്ക് കൂടാതെ ഞങ്ങൾ യോഗ്യരായി കാണപ്പെടണമേ. അവിടെ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കുകയും ചെയ്യണമേ. ആയത് എല്ലായ്പ്പോഴും തന്നെ. ഈ ലോകത്തിൽ ഞങ്ങൾ അന്യരും പ്രദേശികളുമാണെന്നും നിത്യവാസത്തിലാണെന്നുള്ള ബോധമുണികളെ ഇറക്കണമേ. ഞങ്ങളുടെ പിതാവേ, നീ ഞങ്ങളെ എപ്പോൾ വിളിച്ചാലും ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് പുറപ്പെടുവാൻ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നതുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. യേശുമിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സമാധാനം
എല്ലാവരെയും സ്വർഗീയമായ ചെയ്യണമേ. വിശ്വാസമേ കർത്താവേ, എല്ലാവരെയും ഓർക്കുന്നു. അധ്വാനിക്കുന്നതും ഭാരതവും ഏറ്റവും സഹായമാകുമല്ലോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിർത്തുമാർക്ക് വാർത്തയെ പഠിക്കുന്ന ഭാഗ്യാവസ്ഥകൾ ആനന്ദിക്കുന്നു. ഓരോരുത്തരും ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയും ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാടുകളോട് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. തന്റെ മുഖതേജസ്സിൽ ദൈവദൂതന്മാർ വിസ്മയിച്ചു പോവുകയും ചെയ്ത കോണമുള്ള നീതി സൂര്യനും തന്റെ സാന്നിധ്യം കൊണ്ട് അന്ധകാരത്തെ പ്രകാശമാക്കി ചെയ്യുന്ന സാക്ഷാത് പ്രകാശവും തന്റെ ശബ്ദത്താൽ മരിച്ചവരെ ഉയർപ്പിക്കുകയും തന്റെ ഇഷ്ടത്താൽ നിത്യ പ്രാപിച്ചവർ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മനുഷ്യരുടെയും ന്യായാധിപതിയുമായ ബ്രാന് ശവസംസ്കാര ശുശ്രൂഷയുടെ നേതൃത്വം നമ്മുടെ ആയുസ് നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപനിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിച്ച നടപടികളിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തീകരിക്കണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെയും കീഴ് ഞങ്ങളെ മറച്ച് ദുഃഖമില്ലാത്ത സന്തോഷമുള്ള വാസസ്ഥലമായ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ലജ്ജിക്കാത്ത മുഖത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും വീണ്ടെടുപ്പുള്ളതിനാൽ അതിനും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തുപോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിപ്പാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം വിനാശപ്പെടത്തവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം ഇവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ നിനക്ക് സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്യും നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവവും നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തന്റെ നാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവേൻ. നിങ്ങൾ
ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കണമെന്ന് പിതാവിനെയും ന്യായീകരിക്കണം. ന്യായീകരണം കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാതെ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. നിങ്ങളോട് പറയുന്നു, എന്റെ അവൻ ന്യായീകരണ വന്നിരിക്കുന്നു. അവനോട് പറയുന്നു, മരിച്ചവരുടെ വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. പിതാവ് മനുഷ്യനെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നെ ജീവനുള്ളവനാകുമ്പോൾ വളർന്നിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനായ ന്യായീകരണത്തോടാണെന്ന് അധികാരം നൽകിയിരിക്കുന്നു. ഇങ്ങനെ ആശ്രയിക്കപ്പെടുന്നത് കല്ലായിട്ടുള്ള എല്ലാവരും ജീവനായി ഇന്ന് ചെയ്തവൻ ന്യായിക്കാതെ വരുന്നു. നമുക്കെല്ലാവർക്കും സമാധാനമായിരിക്കട്ടെ. സതീഷ് താങ്ക്സ് പറയുകയും അതുപോലെ തന്നെ എത്ര പ്രയാസത്തോടും ദുരിതത്തോടും ഇവിടെ നിൽക്കുവാനായിട്ട് ദൈവത്തിൻ്റെയാക്കുന്നു. ഞങ്ങളെ അർപ്പിച്ചിട്ടുള്ള പാട്ട് എത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്പത്തിന് എത്രമാത്രം ഞങ്ങളുടെ ജീവിതങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു എന്ന് അവൻ്റെ ഈ നിശ്ചയമായ ഈ ശരീരത്തിലൂടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ചോദിക്കാനായിട്ട് ഞാനിപ്പോൾ സമയം എടുക്കുകയാണ്. ഈ എൻ്റെയും പപ്പായുടെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്പത്തിന് എത്ര വിലപ്പെട്ടതായിരുന്നു പറഞ്ഞിരിക്കാൻ സാധിക്കാത്ത ഈ കുടുംബങ്ങൾ രണ്ട് കുടുംബങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തിയും അപ്പത്തിന് എത്ര വിലപ്പെട്ടതായിരുന്നു. ഈ നാട്ടിലെ ഓരോ ആളുകളും എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു ഇവിടെ നിൽക്കുന്ന ഈ ആളുകൂട്ടത്തെ കാണുമ്പോൾ അപ്പൊ ജനങ്ങളോടാത്ത ഒരു വ്യക്തി പോലും ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല. അത് കാണുന്നുണ്ട് മുകളിൽ വരെയുള്ള ആൾക്കാരുണ്ട്, പല രൂപത്തിലും പാപത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞ 93 വർഷക്കാലം ദൈവം പ്രിയവരെ സഹായിക്കും. നിങ്ങളൊക്കെ അറിയുന്ന പോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന KC ജോർജും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അവരുടെ കുടുംബവുമായി ചേർന്ന് അനേക വർഷക്കാലം ആ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുവാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് കഴിയുവാനും അവരുടെ ഇടയാക്കി. അതുകൊണ്ട് ഞങ്ങളുടെ പപ്പായ്ക്ക് വീടുന്ന നാട്ടിലുള്ള എല്ലാ സഹായം ജീവിതത്തിൽ എത്രമാത്രം പപ്പായ്ക്ക് എവിടെ എത്തുവാനാണ് സഹായിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളും ഈ വിധത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവത്തെ കാര്യം അപ്പത്തിന്റെ സഹായവും ഒന്ന് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ രൂപത്തിലായി നിൽക്കുന്നത്. ഈ ജനക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുവാൻ തപ്പോഴും ഞങ്ങളുടെ ഇടയാക്കി എന്റെ പപ്പായ്ക്ക് വേണ്ടത് വിദ്യാഭ്യാസം കൊടുത്ത് എന്റെ പപ്പായ്ക്ക് വേണ്ടത് താക്കാൻ കൊടുത്ത് എത്ര മാത്രം മലയാളത്തിൽ എന്റെ പപ്പായ്ക്ക്
ശാസ്ത്രിയുടെ മുമ്പിൽ ഞങ്ങളെ കാത്തു ഒരു ഞങ്ങൾക്ക് കാത്തു നല്ല ഓട്ടം ചെയ്ത് ആ ജീവൻ ഇത് കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. കേരളത്തിൽ സകല നന്ദി സകല സേവനം ഞാൻ അപേക്ഷിക്കുകയാണ്. അവരെല്ലാവരും ഈ പുഴയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എല്ലാ ചെറുക്കാരോടും പ്രിയപ്പെട്ടവരോട് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഞങ്ങൾ പ്രിയപ്പെട്ടതായിട്ടുള്ള എല്ലാ നേതാക്കന്മാരോടും നന്ദി ഞാൻ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ നാട്ടുകാരോടും ഞങ്ങളുടെ ബന്ധത്തിൽ ചർച്ച ചെയ്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. അപ്പൊ ഇതിന്റെ യാത്രയിൽ പോരാട് നമുക്ക് ഒരുമിച്ച് ഇത് കടന്നു പോകാം. അപ്പൊ ഇത് വെച്ചിട്ട് പോയാൽ ആ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവത്തിന് ഒരുമിച്ച് മുന്നേറാം. കർത്താവിന് വേണ്ടി ഓരോ ദിവസവും സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. ഞങ്ങള് പപ്പയുടെ അമ്മയിൽ അതുപോലെ ഈ കുടുംബത്തില് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ കുടുംബങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ഓട്ടം തികച്ചു സ്വർഗ്ഗമേ വിരുദിനായി ഓട്ടം തികച്ചു സ്വർഗ്ഗമേ വിരുദിനായി Yeah.
തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കാൻ ആരും ഒരു നാൾ മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് മരണത്തെ കുറിച്ച് ആകുന്നതിലായിരുന്നു സഹോദരന്മാരോട് ചോദിച്ചവനായ കർത്താവേ, നിന്റെ സ്ഥിതിയിലേക്ക് ഞങ്ങൾ ഈ സമയവും അടുത്തു വരുന്നത് കർത്താവേ, അവിടുന്ന് പുനരുത്ഥാനങ്ങളുടെ ജീവിതമാണ്. ഞങ്ങളുടെ ജീവനെ തന്നവൻ ജീവനെ എടുക്കുവാൻ അവകാശമുള്ളവനുമായ ദൈവമാകിയ നദിയുടെ വർഷക്കാലം കർത്താവ് സംഗീതമായി ഈ താഴ്ന്നവരുടെ പ്രദേശത്ത്, ഈ ദേശത്ത് മാതൃകയുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പ്രിയ അപ്പച്ചനോട് കൊടുത്ത അനുഗ്രഹീതമായ ആയുസ്സിനായിട്ട് നദിയോടെ സ്തോത്രം. പ്രിയമകനെ കൂടെ കേട്ടതുപോലെ കർത്താവ് കുടുംബത്തിന്, സഹോദരങ്ങൾക്ക്, മക്കൾക്ക്, ദേശത്തിന് ഒക്കെ തന്നെ അളവോളം അനുഗ്രഹീതമായ ശുശ്രൂഷകളെ നിർവഹിച്ച് തന്റെ അധ്വാനങ്ങളൊക്കെ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ മടങ്ങി വന്ന് വിശ്രമിക്കാനുള്ള പുസ്തകത്തോടുകൂടെ കർത്താവെ വിളിച്ച് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് എന്റെ മനെ ചേർത്തതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ചില വർഷങ്ങൾ കൂടി അമ്മച്ചിയും നിന്റെ സ്ത്രീയിലേക്ക് അണഞ്ഞല്ലോ. അവർക്ക് നൽകിയ കുടുംബ ജീവിതത്തിൽ നിലാലം ചെയ്ത മക്കളെ ഓരോരുത്തരെയും പേരുപേരായി കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അവരുടെ മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹവും ശുശ്രൂഷകളും കരുതലുകളും ഉപദേശങ്ങളും ശാസനങ്ങളും കർത്താവിന്റെ ജീവിതത്തിലേറെ അനുഗ്രഹമായി ദേശത്തും വിദേശത്തും ഒക്കെ നിലനിൽക്കുവാൻ തോന്നുന്നു. ദൈവം ചെയ്തുപോലെ കാട്ടുന്ന സ്തോത്രം. നല്ലൊരാഴ്ച ഈ ഭൂമിയിൽ പൂർത്തീകരിച്ച്, നല്ലൊരു ദൗത്യം ഈ ഭൂമിയിൽ ഏൽപ്പിച്ച് പൂർത്തീകരിച്ച് മടങ്ങി വരികയാനുള്ള ശബ്ദം കേട്ട് നിരസിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പിതാവിന്റെ ആയുസിനെ ഓർത്തുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കട്ടെ കർത്താവേ. ഏത് മനുഷ്യനും ഉറച്ചുകൊണ്ടാനുള്ള ശാസ്ത്രത്തിന്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. ഈ 93 വർഷക്കാലം അവിടുന്ന് നൽകിയ ആ ജീവശാസ്ത്രത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവെ നിനക്ക് വേണ്ടി തലലാവോളം പ്രയോജനപ്പെട്ടതിന് ശേഷം നീ നൽകിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് നിന്റെ മകൻ മടങ്ങിപ്പോയിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവസാനം വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദര ബന്ധങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ നിലനിർത്തുവാൻ തക്കവണ്ണം ഈ കഴിഞ്ഞ ദിവസം വരെയും ദൈവം നൽകിയ ബഹുക്കാട്ട് നന്ദിയോടെ സ്തോത്രം. എന്നെ സ്നേഹിപ്പാനും പങ്കുവെക്കുവാനും കർത്താവേ അവസരങ്ങളെ കൊടുത്തു. അത് തലമുറകളിലൂടെ നയിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. വിശേഷ സംസ്ഥാനെ ഓർക്കുന്നു. പിതാവിൽ കൂടെ എന്റെ മകൻ ലഭിച്ചിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവേ. എന്റെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ കുടുംബമായി ഞങ്ങളെ സഹായിച്ച കാലങ്ങളിലൊക്കെ കൊടുത്തതുകൊണ്ട് സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെൺമക്കളെയുടെ കുടുംബങ്ങളെ നോക്കുന്നവരൊക്കെ വിദേശത്തും രാജ്യങ്ങളൊക്കെ ആയിരുന്നുവെങ്കിലും വേണ്ട ശുശ്രൂഷകളൊക്കെ എല്ലാ സമയം ചെയ്യുവാൻ തക്കവണ്ണം അതിനുവേണ്ട ക്രമം കൊടുത്തല്ലോ നന്ദിയോടെ സ്തോത്രം. ഇവർക്ക് ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെട്ടു. നിന്റെ ശരീരത്തിൽ ദാസനായിരുന്നു കർത്താവെ പോലെ പുതിയ ശരീരം ഭവനത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ്. 93 വർഷക്കാലം ഈ പ്രദേശത്ത് ജീവിതത്തിന്റെ എല്ലാ പരിസ്ഥിതികളുടെയും മധ്യത്തിൽ ജീവിച്ചു. അനുഗ്രഹത്തിലെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഈ ഭവനത്തിലായിരിക്കാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഈ ശരീരം ഭവനത്തിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ കർത്താവിനെ ഇങ്ങോട്ട് മടങ്ങി വരുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സങ്കടം ഉളവാക്കുന്ന സാഹചര്യമുണ്ട്. കർത്താവ് തന്ന ഉറപ്പായ വാഗ്ദത്തത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കൈപ്പിടിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ താൽക്കാലികമായി വിട്ടുപിരിഞ്ഞ് നിത്യമാതിലേക്ക് പോയിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കട്ടെ. ഈ പൊഴുതിലേക്ക് ശരീരം കടന്നു വരുന്നില്ലായെങ്കിലും വിശ്രമിക്കുന്നു. പ്രധാനത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തു മരിച്ച നിൽക്കുന്ന നിലയിൽ ഈ പിതാവിനെ കാണാനുള്ള ഭാഗ്യ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഇപ്പോൾ യാത്ര പറയട്ടെ. കൂടെ ലഭിച്ച എല്ലാ സേവനങ്ങൾക്കായിട്ട് സ്തോത്രം. ഇതിനെ ശുശ്രൂഷ നേതൃത്വം കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട കാര്യം മറ്റു സഭാ ശുശ്രൂഷകളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കൂട്ടി വരുത്തിയല്ലോ. ഇതൊക്കെ സേവനങ്ങളെ അനുഗ്രഹമാക്കി തീർത്തതുകൊണ്ട് സ്തോത്രം. ദേശത്തിനായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്നേഹിച്ചവർക്ക് ഞങ്ങളെ വിട്ടുപിരിയുമ്പോൾ ഇത് സ്നേഹിച്ചിരിക്കുന്നതും നിത്യസ്നേഹമൂല്യം മറിക്കുന്നതുകൊണ്ട് സ്തോത്രം. ആശ്രയിക്കാൻ ശരണപ്പെടുവാൻ അവിടെ ഞങ്ങൾ സഹായിക്കുന്നത് സ്തോത്രം.
യാത്ര ചെയ്ത് ശുശ്രൂഷയിലൊക്കെ അവർക്ക് വലിയ സാന്നിധ്യം നൽകി തന്നെ ഒരു സ്വർഗീയമായ യാത്ര പിന്നെ മണ്ണിൽ കൊണ്ടുപോകണം ഞങ്ങളെ സഹായിക്കണം. എല്ലാവരെയും സ്തോത്രം ഈ സുരക്ഷയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മാറാണമേ. അതുപോലെ തന്നെ പ്രിയ പിതാവ് 93 വർഷക്കാലം ലോകത്തിൽ ജീവിച്ചു. അടുത്ത കാണാനുള്ളവരൊക്കെ കൊണ്ടുവരാം. 93 വർഷക്കാലം താൻ ക്ഷമിച്ചതായിട്ടുള്ള ഭവനം ഒക്കെ വിട്ട്, അതുപോലെ തന്നെ മക്കളെ വിട്ട്, ഈ ഭവനത്തിൽ എൻ്റെ മകന് സോമന് കുടുംബത്തെയൊക്കെ വിട്ടിട്ട് എന്നേക്കുമായിട്ടുള്ളതായിട്ടുള്ള യാത്ര ആണ് ഇത്. ഇനി കടന്നു വരികയില്ല. ഒരു ശൂന്യതയാണ് പിതാവ് ഈ ഭവനത്തിനുണ്ടായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ ഭവനത്തിന്. എന്നാൽ ഈ പിതാവ് ഇവിടെ നിന്ന് യാത്ര ചെയ്തു. നല്ല യാത്രയൊക്കെ മക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവരും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ വളരെയധികം ദുഃഖവും പ്രയാസവും വേദനയുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ദുഃഖത്തിൽ കാര്യങ്ങളുള്ളതാണ് നിലയിൽ ഞാൻ പങ്കുചേരുന്നു. ദൈവങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ നൽകി പ്രത്യാശയോടുകൂടെ ഓരോ ദിവസം ജീവിച്ച് നമ്മുടെ ദേശത്തിൽ എത്തിക്കുവാൻ കഴിയണം ഉള്ളതായുള്ള ആ വലിയ വിശ്വാസത്തോട് നമുക്കിവിടെ ആയിരിക്കാം. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ,
മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, എത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. പോകുന്നു ഞാനെന്നിൽ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേള കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. പോകുന്നു ഞാനെന്നിൽ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേള കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
മുഖം മുഴുവൻ അവസരമാണ് കാണാനാണെങ്കിൽ നല്ല അവസരമുണ്ട്. സൈഡിലോട്ട് അച്ഛാ നിങ്ങൾ നോക്കുന്നേ അച്ഛാ നിങ്ങൾ നോക്കുന്നേ ഈ കാഴ്ച ദുഃഖം സോദരരെ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് ചേരുവൻ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ചെയ്ത സഹായെ ഒടുവിലത്തെ വ്യത്യാസത്തോടെ ഈ തിരുവന്നങ്ങൾ മണ്ണിലേക്ക് എത്തിക്കുന്നു. അവന്റെ ദിവസങ്ങളിൽ ആളുകളോട് മാഞ്ഞു പോകുന്നു. വയലിൽ പുഷ്പം പോലും പോകുന്നത് കിഴങ്ങൾ പാടിയിരിക്കുന്നു. ഈടുമൊത്തമുള്ള ദൈവത്വത്തെയും ഇമർത്തമായ ഭമത്വത്തെയും ധരിക്കണം. ഈടുമൊത്തമുള്ള ദൈവത്വത്തെയും ഇമർത്തമായ ഭമത്വത്തെയും ധരിക്കുമ്പോൾ വചനം പൂർത്തിയാകും. മരണമേ നമ്മുടെ ദൈവമെവിടെ? മരണമേ ദോഷമുള്ളവിടെ? മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്വാർത്ഥം നിമിത്തമായി മരിച്ചവരെ എളുപ്പിക്കുന്നവരെ നമുക്ക് സ്തുതി. സർവ്വത്തിലെയും ഉടയവനായ ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ